ഇറാനുമായുള്ള സൈനിക നീക്കങ്ങൾ അവസാനിപ്പിക്കുന്നതിനെക്കുറിച്ച് അമേരിക്ക ആലോചിക്കുന്നതായി പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു. എന്നാൽ ഒരു വെടിനിർത്തലിന് താൻ തയ്യാറല്ലെന്ന് ട്രംപ് പറയുന്നു. മറുഭാഗത്തെ അക്ഷരാർത്ഥത്തിൽ നാമാവശേഷമാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിൽ വെടിനിർത്തൽ എന്ന ചോദ്യം ഉദിക്കുന്നില്ലെന്ന് യുഎസ് പ്രസിഡന്റ് വ്യക്തമാക്കി. ഹോർമുസ് കടലിടുക്ക് തുറക്കുന്ന കാര്യത്തിൽ മടിച്ചു നിൽക്കുന്ന നാറ്റോ സഖ്യകക്ഷികളെ ട്രംപ് കടുത്ത ഭാഷയിൽ വിമർശിച്ചു. അമേരിക്കയെ സഹായിക്കാൻ മടിക്കുന്ന സഖ്യകക്ഷികളെ ഭീരുക്കളെന്നാണ് അദ്ദേഹം വിശേഷിപ്പിച്ചത്. അമേരിക്കയ്ക്ക് ഇനി ഹോർമുസ് പാതയെ വലിയ തോതിൽ ആശ്രയിക്കേണ്ടതില്ല. ഈ പാത വഴി എണ്ണ കൊണ്ടുപോകുന്ന രാജ്യങ്ങൾ തന്നെ സുരക്ഷാ ചെലവുകൾ വഹിക്കണമെന്നാണ് ട്രംപിന്റെ വാദം. ഹോർമുസ് കടലിടുക്കിലെ ഇറാനിയൻ സൈനിക കേന്ദ്രങ്ങൾ ആക്രമിക്കാൻ ബ്രിട്ടൻ അവരുടെ സൈനിക താവളങ്ങൾ വിട്ടുനൽകാൻ അനുമതി നൽകിയിരുന്നു. എന്നാൽ ബ്രിട്ടന്റെ ഈ തീരുമാനം വളരെ വൈകിപ്പോയെന്ന് ട്രംപ് പ്രതികരിച്ചു. ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാമറുടെ ഈ നീക്കം ബ്രിട്ടീഷ് പൗരന്മാരുടെ ജീവൻ അപകടത്തിലാക്കുന്നതാണെന്ന് ഇറാന്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരഗ്ചി ആരോപിച്ചു. ഭൂരിപക്ഷം ബ്രിട്ടീഷുകാരും ഇസ്രായേൽ അമേരിക്കയുടെ യുദ്ധ താൽപര്യങ്ങളിൽ പങ്കുചേരാൻ ആഗ്രഹിക്കാത്തവരാണ്. സ്വന്തം രാജ്യത്തെ ജനങ്ങളെ അവഗണിക്കുന്ന നടപടിയിലൂടെ ബ്രിട്ടീഷുകാരുടെ ജീവൻ അപകടത്തിലാക്കുകയാണ് പ്രധാനമന്ത്രി കീർ സ്റ്റാമർ ചെയ്തതെന്ന് വിദേശകാര്യമന്ത്രി ആഞ്ഞടിച്ചു. സ്വയം പ്രതിരോധത്തിനായുള്ള മാർഗങ്ങൾ അവലംബിക്കാൻ ഇറാന് അവകാശമുണ്ടെന്നും വിദേശകാര്യമന്ത്രി സമൂഹ മാധ്യമങ്ങളിലൂടെ വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക്, അമൃത ന്യൂസ്.